Good morning students. Today we will discuss about bridge rectifier. അപ്പം നമ്മൾ ഇലക്ട്രോണിക്സിൽ ഫുൾ വേവും ഹാഫ് വേവും ഫുൾ വേവും നമ്മൾ റെക്ടിഫയേഴ്സിൽ ഹാഫ് വേവും ഫുൾ വേവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഫുൾ വേവിൽ രണ്ട് ടൈപ്സ് ഉണ്ട്. ഒന്ന് center tapped full wave rectifier and the second one is bridge rectifier. Here this is a circuit diagram for the bridge rectifier. അപ്പം നിങ്ങൾ center tapped full wave rectifier നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് അതുപോലൊക്കെ തന്നെയാണ്. Here bridge rectifier is an electronic device that converts AC to DC as AC to DC over a complete cycle. Okay, over a complete cycle. നമ്മൾ ഫുൾ വേവ് സെൻറ്റർ ടാപ്പ് ടു ഫുൾ വേവ് റെക്ടിഫയറിൽ രണ്ട് ഡയോഡായിരുന്നു യൂസ് ചെയ്തത്. ഹിയർ ഇൻ ബ്രിഡ്ജ് ഫുൾ വേവ് റെക്ടിഫയറിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് 4 ഡയോഡാണ്. അപ്പം 4 ഡയോഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമറിൻ്റെ ആവശ്യമില്ല. ഇറ്റ്സ് ആൻ അഡ്വാൻറ്റേജ് ഇൻ ദ കേസ് ഓഫ് ബ്രിഡ്ജ് റെക്ടിഫയർ. പിന്നെ ട്രാൻസ്ഫോമർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട്, ലോഡ് റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നുണ്ട്. 3 ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ എ സി കറണ്ട് കൊടുക്കുമ്പം നമ്മളിവിടെ ട്രാൻസ്ഫോമറിൽ എ സി കറണ്ട് കൊടുക്കുമ്പം ദ കറണ്ട് ഇസ് പാസിങ് ത്രൂ ഇതിൽ കൂടെ പാസ് ചെയ്യും. ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആവുമ്പം ഈ പോയിൻ്റ് നമ്മുടെ ഈ പോയിൻ്റ് എന്ത് ചെയ്യും, പോസിറ്റീവ് ആവും. സോ ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഹിയർ D1 and D3 is conducting the current. That is D1 and D3 എന്താണ്, ഫോർവേഡ് ബയാസിങ് ആണ്. ഹിയർ ഡയോഡ് D1ഉം D3ഉം ഫോർവേഡ് ബയാസ്ഡും D2ഉം D4ഉം റിവേഴ്സ് ബയാസ്ഡും. സോ ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ D1 and D3 is forward biased and D2 and D4 is reverse biased. Okay, now സോ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോർവേഡ് ബയാസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് പാസ് ചെയ്തിട്ട് ഇതൊരു ക്ലോസ്ഡ് ലൂപ്പായിട്ട് നിൽക്കും D1ഉം D3ഉം. സോ ദ കറണ്ട് ഇവിടെ ഓപ്പൺ ആയിരിക്കും. സോ ദ കറണ്ട് ഇതിൽ കൂടെ പോയിട്ട് ലോഡ് റെസിസ്റ്റൻസിൻ്റെ ഉള്ളിൽ കൂടെ അതുവഴി നമുക്ക് എന്ത് ചെയ്യും, D3യിലേക്ക് പാസ് ചെയ്യും, കറണ്ട് പാസ് ചെയ്യും. ആൻഡ് ദസ് ദ കറണ്ട് ഇസ് മൂവിങ് ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, സെയിം നൗ ഇൻ ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പം ഈ എഫ് പോയിൻ്റ് ആണ് ഉണ്ടാവുക. എഫ് പോയിൻ്റ് നെഗറ്റീവ് ആവും. സോ ഹിയർ ഇൻ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ D2 and D4 is forward biased. Okay, D2 and D4 is forward biased and D1 and D3 is reversed biased. Okay, അങ്ങനെ പറഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഹിയർ D2 and D4 is forward biased. അതായത് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നത് D2ഉം D4 ആണ്. സോ ദ കറണ്ട് ഇസ് മൂവിങ് ലൈക്ക് ദിസ്. നമ്മൾ കറണ്ട് മൂവ് ചെയ്യുമ്പോൾ ഇതിൽ കൂടെ പാസ് ചെയ്ത് ലോഡ് റെസിസ്റ്റൻസിൻ്റെ ഇതിൽ കൂടെ കറണ്ട് D4ലേക്ക് പാസ് ചെയ്യും. ഓക്കെ, സോ ഹിയർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട്, അതായത് ലോഡ് റെസിസ്റ്റൻസിൻ്റെ അടുത്തൂടെ ഉള്ള രണ്ട് ഹാഫ് സൈക്കിളിലും ഉള്ള ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇസ് സെയിം.
Okay, so does the current through the load resistance is always in the same direction, so it is unidirectional. Does the output DC is in the form of pulsating current. ഇതൊക്കെ നമ്മൾ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ സെൻറ്റർ ടാപ്റ്റിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ഓക്കെ, ആകെയുള്ളത് ഡിഫറൻസ് എന്താണ്? 4 ഡയോഡ് ബ്രിഡ്ജ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ D1 D2 ആർ ഫോർവേഡ് ബയാസ്ഡ് and while D2 D4 is reverse biased, and during this diode D1 and D3 is conducting the current. Thus the output path is through this, alle. And during the negative half cycle, D2 and D4 is forward biased, while D1 and D3 is reverse biased. Thus the D2 and D4 conducts the electric current. There will be a current in the output, okay, as DC output. Okay, അപ്പോൾ ബ്രിഡ്ജ് റെക്ടിഫയറിനെ കുറിച്ച് പറയാൻ ഇത്രയാണ്. ഇപ്പം നമ്മുടെ ഇൻപുട്ട് എന്തായിരിക്കും? നമ്മൾ ഇൻപുട്ട് പണ്ട് നമ്മൾ സെയിം തന്നെയാണ്. ഇത് നമ്മുടെ ഇൻപുട്ടാണെങ്കിൽ, ഇൻപുട്ട് കറണ്ട് ആണെങ്കിൽ, നമ്മുടെ ഔട്ട്പുട്ട് ഫുൾ വേവ് റെക്ടിഫയറിൽ കിട്ടും പോലെ തന്നെ കംപ്ലീറ്റ് സൈക്കിളിൽ നമുക്ക് ഇങ്ങനെയാണ് ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, ദിസ് ഈസ് ദ ഔട്ട്പുട്ട് കറണ്ട് ഗ്രാഫ്. അപ്പം നമ്മൾ ഫുൾ വേവ് റെക്ടിഫയറിൽ, സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയറിൽ നമ്മളവിടെ IDC കണ്ടിട്ടുണ്ട്, IRMS കണ്ടിട്ടുണ്ട്, എല്ലാം കണ്ടിട്ടുണ്ട്. സോ ഇതേ സെയിം ഇക്വേഷൻ സെയിം ആണ് എന്ത് ഈ ബ്രിഡ്ജ് റെക്ടിഫയറിലും. ടെക്സ്റ്റ് ബുക്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ കേസിൽ രണ്ടും ഒന്ന് പഠിച്ചാൽ മതി. ഓക്കെ, സെയിം മെത്തേഡ് തന്നെയാണ്, ഒന്നും വ്യത്യാസമില്ല. നിങ്ങൾക്ക് അതന്നെ പഠിച്ചാൽ മതി. ഓക്കെ, യു ഹാവ് ടു റീറൈറ്റ് ദാറ്റ്. സെൻറ്റർ ടാപ്ഡ് റെക്ടിഫയറിൽ നമ്മൾ IDC കണ്ടിട്ടുണ്ട്, IRMS കണ്ടിട്ടുണ്ട്. സോ IDC നമ്മൾ IDC കണ്ടത് 2Im/pi ആയിരുന്നു. IRMS കണ്ടത് എന്താണ്? Im/√2 ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? എഫിഷ്യൻസി കണ്ടു, റിപ്പിൾ ഫാക്ടർ കണ്ടു. സോ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ആ സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയറിലെ ഡെറിവേഷൻ അതേപോലെ കോപ്പി ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ താഴെ ഡെറിവേഷനായിട്ട് എഴുതണം. ഓക്കെ, യു ഷുഡ് റൈറ്റ് ഇൻ യുവർ നോട്ട്. ഓക്കെ, അപ്പം എഫിഷ്യൻസി എന്താണെന്ന് എഴുതുക, റിപ്പിൾ ഫാക്ടർ എന്താണെന്ന് എഴുതുക. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ അബൌട്ട് ബ്രിഡ്ജ് റെക്ടിഫയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. വേവ് റെക്ടിഫയേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് എഴുതാൻ പറഞ്ഞാൽ അതായത് ഹാഫ് വേവ് റെക്ടിഫയറിനേക്കാളും ഒരുപാട് ഇറ്റ്സ് എ ഗുഡ് റെക്ടിഫയർ. ഇൻ ദ ഫുൾ വേവ് റെക്ടിഫയറാണ് ഹാഫ് വേവിനേക്കാളും നല്ലത്. അപ്പം അതിൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, in contrast to full half wave rectifier, the output current in the full wave rectifier flows for the complete cycle. അതായത് നമ്മൾ ഫുൾ വേവ് റെക്ടിഫയർ പറയുമ്പം നമ്മൾ ഫുൾ കംപ്ലീറ്റ് സൈക്കിളാണ് നമുക്ക് ഔട്ട്പുട്ട് കറണ്ട് കിട്ടുന്നത്. പക്ഷേ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ കേസിൽ നമ്മുടെ ഔട്ട്പുട്ട് കറണ്ട് എങ്ങനെയായിരുന്നു? ഹാഫ് സൈക്കിളിലായിരുന്നു എന്തുണ്ടായിരുന്നത്? നമുക്ക് ഔട്ട്പുട്ട് കറണ്ട് കിട്ടിയിരുന്നത് അല്ലേ? നമ്മുടെ ഔട്ട്പുട്ട് ഇങ്ങനെയായിരുന്നു, ഔട്ട്പുട്ട് കറണ്ടിൻ്റെ ഗ്രാഫ് ഇങ്ങനെയായിരുന്നു. സോ ദാറ്റ് ഈസ് എ ഗുഡ് അഡ്വാൻറ്റേജ് ഇൻ കോൺട്രാസ്റ്റ് ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ. And in full wave rectifier, the rectification factor is 81%. 81% ആണ് നമ്മുടെ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ റെക്ടിഫിക്കേഷൻ ഫാക്ടർ. എന്നാൽ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ എത്രയായിരുന്നു? 40.5%. അപ്പം ഫുൾ വേവ് റെക്ടിഫയർ ഇസ് ബെറ്റർ എഫിഷ്യൻറ്റ് അല്ലേ? മോർ എഫിഷ്യൻറ്റ് ഏതാണ്? ഫുൾ വേവ് റെക്ടിഫയർ ആണ് ദാൻ. അതായത് AC-യിൽ നിന്നും DC-യിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ആ DC മോർ എഫിഷ്യൻ്റ് ആയിട്ട് കിട്ടുന്നത് നമ്മുടെ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ കേസിലാണ് ഉണ്ടാവുക. ഓക്കെ, ദ തേർഡ് പോയിന്റ് ഈസ്
ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ കേസിൽ ദ റിപ്പിൾ ഫാക്ടർ ഇസ് ഓൺലി 0.48. എന്നാൽ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫാക്ടർ ഇസ് 1.21. സോ ഇറ്റ് ഈസ് മോർ ഹൈ അല്ലേ, ഇത് ഹൈ ആണ്. അതായത് ഡി സി ഔട്ട്പുട്ട് ഡി സിയിൽ എ സിയുടെ കമ്പോണൻറ്റ് കൂടുതലാണ് ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ കേസിൽ ഇൻ കമ്പാരിങ് ടു ഫുൾ വേവ് റെക്ടിഫയർ. ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ റിപ്പിൾ ഫാക്ടർ 0.48 ഉള്ളൂ. അതായത് എ സി കമ്പോണൻറ്റ് എത്രയോ കുറവാണ്. ഇറ്റ്സ് എ ഗുഡ് ഇറ്റ്സ് എ ഗുഡ് തിങ് ഇൻ ദ കേസ് ഓഫ് ഫുൾ വേവ് റെക്ടിഫയർ. ഓക്കെ, പിന്നെ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ മുകളിൽ ഒരു അഡ്വാൻറ്റേജ് ഞാൻ നേരത്തെ പറഞ്ഞു. സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ ആകുമ്പം അവിടെ സെൻറ്റർ ടാപ്പിംഗ് ഉണ്ടായിരുന്നു. സെൻറ്റർ ടാപ്പിംഗ് അതായത് നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ് നമുക്ക് സെൻറ്റർ ടാപ്പ് ചെയ്യണമായിരുന്നു. പക്ഷേ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ കേസിൽ വി ഡോണ്ട് നീഡ് ദാറ്റ്. നമ്മൾ ഡയോഡ് വെച്ച് 4 ഡയോഡ് വെച്ച് നമ്മൾ ചെയ്യാണ്. സോ ഇറ്റ് ഈസ് എ ഗുഡ് അഡ്വാൻറ്റേജ് ഓവർ സെൻറ്റർ ടാപ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ. ഓക്കെ, അപ്പം നമ്മൾ 4 പോയിൻ്റ് അഡ്വാൻറ്റേജസും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ യു ഹാവ് ടു റൈറ്റ് ദാറ്റ് ഇൻ നോട്ട്സ്. സോ ദാറ്റ്സ് ഓൾ ഫോർ റെക്ടിഫയേഴ്സിൻ്റെ കേസിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. നൗ ഇൻ നെക്സ്റ്റ് ക്ലാസ് വിൽ ഡിസ്കസ് അബൌട്ട് ഫിൽറ്റേഴ്സ്. ഓക്കെ, താങ്ക് യു.